ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ ഡൽഹി മലയാളികളൊക്കെ ആകാം, അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. കേന്ദ്രമന്ത്രി സഭയിലേക്ക് സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾക്കായി ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്തണമെന്ന് സുരേഷ് ഗോപിയോട് PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് രാത്രി തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് സൂചന. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. രാത്രി പ്രധാനമന്ത്രിയെ കാണുമെന്ന ഘട്ടത്തിൽ അറിയിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏത് സുപ്രധാന വകുപ്പ് ലഭിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നു. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലെത്തും. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ വലിയ വിജയം നേടിയതിനു ശേഷം സുരേഷ് ഗോപി ഡൽഹിയിലെത്തുന്നു. അല്പസമയത്തിനകം നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമോ? രാവിലെ സുരേഷ് ഗോപി പറഞ്ഞത് 6 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. പക്ഷേ വിമാനം എയർപോർട്ടിൽ എത്തുമ്പോൾ ഏതാണ്ട് 6:50 ആകും. അത് കഴിഞ്ഞാൽ ഉടൻ നേരെ പ്രധാനമന്ത്രിയെ കാണും എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകും അല്ലേ? ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് സുരേഷ് ഗോപി അവിടെ BJP പ്രവർത്തകർ, മലയാളികളടക്കമുള്ളവരുണ്ട്. അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരോട് ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ പ്രധാനമന്ത്രി അദ്ദേഹം കാണും. കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും സുരേഷ് ഗോപി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ ലഭിക്കുമെന്നാണ് ചില ഡൽഹി റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഏതായിരിക്കും ആ വകുപ്പ്? എന്നാൽ ചില കാര്യങ്ങൾ 2 നേതാക്കളോട്, എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രണ്ടുപേരോടും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. അവർ പറയുന്നതായിരിക്കും താൻ അനുസരിക്കുക. ചില ചോയ്സൊക്കെ ഉണ്ടെങ്കിലും എന്ന് നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്തായിരിക്കും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് പറയുക? അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചേക്കും വിമാനത്താവളത്തിന് പുറത്ത്. നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ. നിതിൻ പറയൂ. നിതിൻ, വിജയകുമാർ MP സ്ഥാനം ആയതിനു ശേഷം ഇപ്പോൾ ഉന്മേഷ് ലോക്സഭയിൽ നിന്ന് വിജയിച്ച MP ആയി സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തിൽ മലയാളിയുടെ നേതൃത്വം വലിയ സ്വീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആഘോഷത്തോടുകൂടിയാണ് ഡൽഹിയിലെ മലയാളികൾ സുരേഷ് ഗോപി ഇപ്പോൾ വരവേൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന് ആദ്യ അക്കൗണ്ട് തുറന്ന മിന്നും വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായക ചർച്ചകളിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാൽ ഏത് പദവി ഏറ്റെടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ പ്രതികരിക്കുകയാണ്. That has made its rounds very resoundingly for the past 2 days. Because that news is all out. I think even your channel has etched it. So it's more than a win. It's I've been placed properly to serve the people to the max through 5 years. I think the responsibility of this charge is so very huge. I'm going to look after Kerala through Trichy. സുരേഷേട്ട ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് എത്തിക്കണം MP ആയതിനു ശേഷം എന്താണ് തോന്നുന്നത്? ഞാൻ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ സഹതാരങ്ങളെ പലരെയും വിളിച്ച് പറഞ്ഞത്, ഇതെൻ്റെ ജീവിതത്തിലെ 2ാമത്തെ ഡൽഹി ട്രിപ്പാണ്. ഞാൻ ആദ്യം ഡൽഹി കാണുന്നത് 87 ജനുവരി 19-നാണ്. ജനുവരി 19-ന് രാത്രി ശ്രീ ജൂബിലി ജോയ്, ജയനൻ വിൻസെന്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജോയ് സാറിൻ്റെ മാനേജർ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുള്ള ഒരു
രാത്രിയിൽ ഒരു 11 മണി 12 മണിക്കാണ് ചെന്നൈയിൽ നിന്ന് വന്നിറങ്ങുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡൽഹി ട്രിപ്പ്. അതൊരു വലിയ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു റോള് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ന്യൂഡൽഹി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മലയാള സിനിമ, അന്നത്തെ പാൻ യൂണിവേഴ്സ് സിനിമയാണ് മമ്മൂക്കയുടെ ജീവിതം തിരിച്ചു പിടിച്ച സിനിമയാണ്. അങ്ങനെ ഒരുപാട് പ്രസക്തിയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ ഡൽഹിയിൽ കാലുകുത്തുന്നത്. ഇത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ വൈവിധ്യം എന്ന നിലയ്ക്ക് എനിക്ക് വൈവിധ്യമാർന്ന അതിവൈവിധ്യമാർന്ന ഒരു പുതിയ റോൾ എടുത്തണിയാനുള്ള രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒന്ന്, രാഷ്ട്രീയത്തിൽ ഇതിനിടയ്ക്കുണ്ടായിട്ടുള്ള ഒരു 100-150 ഡൽഹി യാത്രകൾ എന്ന് പറയുന്നത് മുഴുവൻ ഒരു അനുഗ്രഹം പോലെ, എനിക്ക് കിട്ടിയ വരം പോലെ കിട്ടിയ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ജനങ്ങളുടെ നിശ്ചയത്തിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ ജീവിതത്തിലെ സിനിമ സംബന്ധിയായ വരവാദ്യത്തതാണെങ്കിൽ ഇതെൻ്റെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ട് ഞാൻ കരുതുമെങ്കിൽ അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതെനിക്ക് തരുന്ന ഒരു ഒരു എക്സ്റ്റസി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പുതിയൊരു ഡൽഹിയിലേക്ക് പുതിയ ഒരാളായിട്ട് വന്നു. അല്ല, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദി ക്വസ്റ്റ്യൻ ഹാസ് ബീൻ റേസ്ഡ് more than 100 times. അത് ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, പോളിംഗ് കഴിഞ്ഞ് ചോദിച്ചു. അന്നേരം എല്ലാം ഞാൻ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ നേതാക്കളെ നിഷേധിക്കാൻ, എൻ്റെ പാർട്ടിയുടെ തീരുമാനങ്ങളെ തിരസ്കരിക്കാൻ ഒന്നും സാധിക്കില്ല. എങ്കിൽ പോലും എൻ്റെ പാഷനെ അവർക്കും തിരസ്കരിക്കാൻ സാധിക്കില്ല. ഒരു വാദമുണ്ടാവും, ഒരാവശ്യപ്പെടലുണ്ടാവും, ആ സമയത്തൊരു വാദമുണ്ടാവും. അത് ഒരു വലിയ വാഗ്വാദത്തിലേക്കൊന്നും പോവില്ല. എങ്കിലും ഞാൻ എൻ്റെ പാഷനറ്റ് ഹാർട്ട് ഞാൻ എക്സ്പോസ് ചെയ്യും. അത് അവർ അംഗീകരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മന്ത്രിയൊന്നും ആവാതെ തന്നെ ഒരു 10 വകുപ്പുകളുടെയെങ്കിലും തലവന്മാരുടെ ഒരു സമ്മതം വാങ്ങി മാത്രമായിരിക്കും ഞാനിവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത്. ഞാൻ പറയാൻ പാടില്ല. How should I take? You please educate me on that. There is no opposition there. It is only the people of Trichure, and the expectation of the people of Trichure is, and I have given them as a promise, that I will work for Kerala and Tamil Nadu. And since now we were so unlucky to not have representatives, BJP representatives or NDA representatives from Tamil Nadu, I think it is my ardent desire. നിയുക്ത തൃശൂർ MP സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിലെത്തി പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണും. അദ്ദേഹത്തെ പ്രധാനമന്ത്രി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി ഉണ്ടാകും എന്നേറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഏതാണ് വകുപ്പ്, ക്യാബിനറ്റ് റാങ്ക് ഉണ്ടോ, അതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങളുണ്ട്. അത് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അറിയിക്കും, അവരുമായി സംസാരിക്കും, അവരുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കും. ഇതാണ് സുരേഷ് ഗോപി ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത്. അത് ഡൽഹിയിലും ആവർത്തിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.